മാഷാ അല്ലാ, ഞങ്ങൾ ആഗ്രഹിച്ച ഒരു കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ സന്തോഷത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ജീവിതത്തിലെ ഒരു ചെറിയ സന്തോഷം ഇന്ന് ഞങ്ങൾ നിറവേറാൻ പോവുകയാണ്. കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അല്ലേ. പാത്ത് തുറന്നപ്പോൾ തന്നെ വേഗത്തേക്ക് കയറി. അവിടെ അവൾ സെറ്റായി. പിന്നെ അവൾക്ക് ബലൂണും കാര്യങ്ങളൊക്കെ അവർ കൊടുത്ത് അവിടെ ഒന്ന് അടക്കി ഒന്ന് ഒതുക്കി നിർത്തി. കണ്ടില്ലേ, ഇതാണ് ഞങ്ങൾ. തുണിയിൽ നോക്കണം, ചവിട്ടരുത്, പോവൂലല്ലേ ഞങ്ങൾ. ഓക്കെ ഓക്കെ അല്ലേ ഇക്ക? ഓക്കെ ഉണ്ടോ? ആ തുടങ്ങിക്കോ. അലിച്ചു കഴിഞ്ഞിക്ക. ഓക്കെ നോക്ക് നോക്ക്. അങ്ങനെ ഞങ്ങളുടെ കൈകളിൽ കിട്ടി ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായി. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നത്, ഞങ്ങളുടെ സന്തോഷമായിരുന്നത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് പോലും അറിയാൻ പാടില്ല. അത്രക്ക് ഞങ്ങൾ എക്സൈറ്റ്മെൻറ്റിലാണ് ഇത് കിട്ടിയിട്ട്. വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് പിന്നെ തകർക്കലായിരുന്നു. അങ്ങ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എൻ്റെ 3 മക്കളുമാണ്. അവർക്കാണ് ഏറ്റവും സന്തോഷമായത്. അതും പാത്തും പിന്നെ പറയണ്ട, വണ്ടിയുടെ പിന്നെ ഉള്ളിൽ നിന്ന് മാറിയിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ കറക്കം തന്നെയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് അവർ ഓരോന്ന് കാണിച്ച് തന്നെയായിരുന്നു. അവനും പാത്തും കൂടി അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് ഓരോന്ന് ഒപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ സന്തോഷമല്ലേ എന്ന് ഓർത്ത് പിന്നെ കണ്ണടച്ചു. പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അവരിറങ്ങുകയൊന്നുമില്ല, അവരതിൽ നിന്ന് മാറി പോലുമില്ല. പിന്നെ ഞങ്ങൾ ചെറിയൊരു മധുരം വിതരണം ചെയ്തു. ലഡു ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് ഞങ്ങൾ കൊടുത്തു. എല്ലാവർക്കും ഞങ്ങൾ കൊടുത്ത് സന്തോഷമായിട്ട് എല്ലാവരും സ്വീകരിച്ചു. എൻ്റെ പാത്തൂനെ എടുക്കാൻ പറ്റും. ആദ്യം അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ എടുത്ത് കൈ പിടിച്ചു. പിന്നെ അതവൾ തിരിച്ച് തന്നെ വെക്കുകയും ചെയ്തു. അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട്, അവൾക്ക് ഞാൻ പറഞ്ഞില്ലേ തക്കാളിപ്പനി ഉണ്ട് എന്ന്. അപ്പോഴത്തേക്ക് അവൾക്ക് വായിൽ അങ്ങനെ കഴിക്കാനൊന്നും അവൾക്ക് പറ്റില്ല. അപ്പോൾ അവൻ്റെ മോളൊന്നും കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ എല്ലാവർക്കും മധുരം കൊടുത്തു. ഞങ്ങളുടെ സന്തോഷം മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്നത് മധുരത്തിലൂടെയല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ കൊടുത്തു. എല്ലാവരും ഹാപ്പിയായി. ഞങ്ങൾ ഒത്തിരി ഹാപ്പിയായി. മാഷാ അല്ലാ. അങ്ങനെ ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ ഒന്നാണ് ഈ കാണുന്നത്. മാഷാ അല്ലാ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പാത്തും അതും കൂടി അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറിയിട്ടേ ഉണ്ടായിരുന്നില്ല. അവരത് അടച്ചിട്ട് എന്തോ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അത് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായി. അതൊന്ന് മാറും പാത്തു എന്ന് പറഞ്ഞിട്ട് പാത്തും കൂടി അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നിരുന്നു. അങ്ങനെ അനിയനോട് അവർ എല്ലാം സെറ്റാക്കി എല്ലാം പറയുന്നുണ്ടായിരുന്നു. അപ്പോഴിവർ രണ്ടുപേരും നല്ല തല്ലുപിടുത്തമായിരുന്നു. വീഡിയോസും ഫോട്ടോസും എടുത്ത് എനിക്ക് മതിയായേ ഇല്ല. ഞാൻ തിരിഞ്ഞു മറിഞ്ഞു മെക്കെടുക്കണമായിരുന്നു. അവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്നു. അതാ അത് പൊട്ടിച്ച് അത് പോയി. അത് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.